എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ കിമിമാരുവിനെ കാണിക്കുന്നു. അവനിപ്പോ കാറെ നോക്കി നിൽക്കാണ്. അവന്റെ അടുത്തേക്ക് പോയാല് തീർച്ചയായിട്ടും അത് വലിയ അപകടമാണ്. അവന്റെ കയ്യില് സാൻഡ് ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് കിമിമാരു ഇപ്പൊ കണക്കുകൂട്ടും. ഉടനെ നാറ അവന്റെ സാൻഡ് ഉപയോഗിച്ച് ഇപ്പൊ കിമിമാരുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ അപ്പൊ കിമിമാരു വീണ്ടും അവന്റെ വിരലുകൊണ്ട് ബുള്ളറ്റ്സ് ഉണ്ടാക്കി ഗാറയ്ക്ക് നേരെ ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങും. അതെല്ലാം സിമ്പിളായിട്ട് നമ്മുടെ ഗാറയാവട്ടെ തട്ടിത്തെറിപ്പിച്ചു കളയും. വില്ലൻ തിരിഞ്ഞു വന്ന് ലെയിൻ അറ്റാക്ക് ചെയ്യുമ്പോ അപ്പൊ ഗാറ വെട്ടിത്തിരിച്ച് അവന്റെ ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് വില്ലനെ തടുത്തു നിർത്തി ഇപ്പൊ ലീ തന്നെ രക്ഷിക്കും. അവൻ വണ്ടറടിച്ച് നിൽക്കുമ്പോ കിമിമാരുവിന് മനസ്സിലാവും തീർച്ചയായിട്ടും അവന് ഉപയോഗിക്കുന്നത് ടൈജിപ്സു തന്നെയാണ്. അവന്റെ ബാക്കിലെ ആ ചാക്കിലുള്ള മണ്ണ് ഉപയോഗിച്ചാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ആ സാൻഡ് വെച്ചാണ് അവൻ അവനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാൻഡിന്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നീ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ് കിമിമാരു അവനെ കളിയാക്കുമ്പോ ഗാറയ്ക്ക് അവന്റെ ദേഷ്യം അത് കൂടി കൂടി വരും. നാരയുടെ അടിയും പവറും കാണുമ്പോ അവന് മനസ്സിലാവും ഇത് അവൻ തന്നെയാണെന്ന്. സാൻഡ് വില്ലേജിലെ ആ ഒരു ബ്രഹ്മാണ്ഡ നിഞ്ച ഗാറ. അത് കെട്ടി കലിപ്പളകി ഇപ്പൊ ഗാറയാവട്ടെ അവൻ ചാടി വീണ് അടിക്കാനായിട്ട് ആരംഭിക്കും. ഗാറ എവിടേക്കൊക്കെ മൂവ് ആവുന്നുണ്ടോ അവിടേക്കൊക്കെ അവൻ അവന്റെ സാൻഡും കൊണ്ടുപോകുന്നുണ്ട്. ഒരു പക്ഷേ ആ സാൻഡിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെ തകർക്കാൻ കഴിയുമെന്ന് കെമിമാരു കണക്കുകൂട്ടും. ഗാറയ്ക്കുടനെ കാര്യം വഷളാകുന്നു മനസ്സിലായിട്ട് അവൻ സാൻഡ് വെച്ച് കെമിമാരുവിന്റെ രണ്ട് കാലും ലോക്ക് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഒരുപാട് മണ്ണെടുത്ത് അവന്റെ ബോഡിയിലിട്ട് മൂടാനായിട്ട് ആരംഭിക്കും. ഗാറയുടെ ആവേശം കണ്ട് ഇപ്പൊ റോക്ലി ആവട്ടെ വണ്ടറടിച്ച് നോക്കി നിൽക്കും. അപ്പൊ ലീ ആവട്ടെ സൂക്ഷിച്ചു നോക്കും എങ്ങനെയാണ് ഗാറ അവനെ ലോക്ക് ചെയ്തതെന്ന്. ഗാറ താഴെ കുഴിയുണ്ടാക്കി നൈസായിട്ട് അവന്റെ കാല് ലോക്ക് ചെയ്ത് ഇപ്പൊ ഒരുപാട് മണ്ണിട്ട് മൂടും. വാവ്! ആ കാഴ്ച കണ്ട് റോക്ലിക്ക് സന്തോഷായിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഗാറയാവട്ടെ ഇനിയാണ് യഥാർത്ഥ ഫൈറ്റ് എന്ന് പറഞ്ഞ് ആ മണ്ണ് വെച്ച് കിമിമാരുവെ അമർത്താനായിട്ട് തുടങ്ങും. രക്തം ചീന്തി അവന്റെ കഥ അതിന്റെ ഉള്ളിൽ കിടന്ന് കഴിയും. അപ്പൊ ഗാറ വീണ്ടും എനിക്കിത് കാണുമ്പോ അവനെയാണ് ഓർമ്മ വരുന്നത്. ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് ലീ ചോദിക്കുമ്പോ സാസുക, സാക്ഷാൽ സാസുക എന്ന് ഗാറ മറുപടി പറയും. അപ്പൊ ലോങ് ഷോട്ടില് ഇപ്പൊ രണ്ട് കണ്ണുകൾ കാണിക്കും. അതില് രണ്ടിലും കോപത്തിന് തീനാളങ്ങള്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ. അവൻ ദിവസങ്ങളായി ഇപ്പൊ സാസുകയുടെ പുറകെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സാസുക അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ വലിയൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ഹായായിട്ട് കയറിപ്പോവും. ആ ഗുഹ കണ്ട് നമ്മുടെ കുട്ടപ്പൻ ഒരു മിനിറ്റ് വണ്ടറടിച്ച് നോക്കി നിൽക്കും. മനസ്സിലൊരു ചെറിയ പേടിയുണ്ടെങ്കിലും അവൻ വീണ്ടും ആ ഇരുട്ട് നിറഞ്ഞ ഗുഹയിലൂടെ മുൻപോട്ട് നടക്കാൻ ആരംഭിക്കും. കുട്ടപ്പൻ പതിയെ പതിയെ അതിന്റെ ഉള്ളിലേക്ക് കയറി സാസുകെ എന്തെങ്കിലും ഒരു മറുപടി തായോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സാസുകയുടെ ചിരി മാത്രം കുട്ടപ്പന് കേൾക്കാനായിട്ട് സാധിക്കും. ഗുഹയുടെ നടുക്കെത്തുമ്പോ അവിടെ പെട്ടെന്ന് കുട്ടപ്പന്റെ ചരിത്രങ്ങള് ഒന്നൊന്നായിട്ട് കാണിക്കാൻ തുടങ്ങും. കുട്ടപ്പന് ചെറുപ്പത്തിൽ സംഭവിച്ച കാര്യങ്ങള് അവന്റെ ബോഡിയിലേക്ക് ആ നയൻ ടെയിൽ ഫോക്സ് അത് കയറിക്കൂടിയത് അങ്ങനെ ഒന്നൊന്നായിട്ട് അവന്റെ വളർച്ചകള് ഇവിടെ കാണിച്ചുകൊണ്ടേയിരിക്കുമ്പോ കട്ട് ചെയ്ത ഇവിടെ കിമിമാരു അവന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നൊന്നായിട്ട് ഓർത്തെടുക്കാൻ തുടങ്ങും. അവന്റെ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു ഗുഹയില് അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഡോറിന്റെ മേലെ ഒരുപാട് മാന്ത്രിക വസ്തുക്കളൊക്കെ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. അതിനിടയില് ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ അവന് ഫുഡ് കൊടുക്കും. അവനെ എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതിൽ പൂട്ടിയിട്ടേക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. അവൻ അവിടെ ഒരു ഹൊക്കാഗയുടെ പടം വരച്ച് ഒരെല്ലുപയോഗിച്ച് അതിനെ കുത്തിക്കൊണ്ടിരിക്കും. ഇത്ര ചെറുപ്പത്തിലെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ദൈവം എന്തുകൊണ്ട് എന്റെ അവസ്ഥ കാണുന്നില്ല? തീർച്ചയായിട്ടും ഇതുപോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് പറയുമ്പോ പെട്ടെന്ന് കതക് തുറന്ന് അവിടേക്ക് ആരോ കയറി വരും. നീ ആരാണ്? എന്നെ എന്തിനാണ് പൂട്ടിയിട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും ഞാൻ ആരാണെന്ന് നീ അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോ നിന്റെ സമയമാണ്. ഫൈറ്റ് ചെയ്യ്. നമ്മുടെ കൗഗ്യ ക്ലാനിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ കിനിമാരു ആവട്ടെ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അവന്റെ ബോഡിയിലും ആ ശാപത്തഴമ്പ് ഇപ്പൊ തീ പോലെ കത്താൻ ആരംഭിക്കും. ഇപ്പൊ പതിയെ പതിയെ ഗാറയുടെ ആ ഒരു മണ്ണ് പോലും തകർത്തുകൊണ്ട് കിമിമാരു പുറത്തേക്ക് വരാൻ ആരംഭിക്കും. അത് കണ്ട് നമ്മുടെ ഗാറയും ലീയും ഒരുപോലെ ഷോക്കായിട്ട് നിൽക്കും. അവൻ മണ്ണ് മുഴുവനായിട്ട് ഇടിച്ചു പൊളിച്ച് പുറത്തു വരുമ്പോ അവർക്ക് മനസ്സിലാവും ഇവനും ഗാറയെയും കുട്ടപ്പനെയും പോലെ ഒരു മോൺസ്റ്റർ ആണ്. അവന്റെ ഒടിഞ്ഞ എല്ലുകള് അതിപ്പോ പതിയെ പതിയെ തനിയെ ശരിയാവാനായിട്ട് ആരംഭിക്കും. ഗാറ ഉടനെ ചാടി നിലത്തിരുന്ന് അവന്റെ മണ്ണിപ്പോ പതിയെ പതിയെ കൂട്ടാനായിട്ട് ആരംഭിക്കും. അതൊരു വലിയ സുനാമിയായിട്ട് ഇപ്പൊ കിനിമാരുവിന്റെ മുൻപിലേക്ക് ഒഴുകി വരും. അപ്പൊ കിമിമാരുവിന് വീണ്ടും പണി കിട്ടിയെന്ന് മനസ്സിലായി.
അത് വലിയൊരു സുനാമിയായിട്ട് ഇപ്പൊ കെമിമാരുവിന്റെ തൊട്ടടുത്തെത്തുമ്പോ അവൻ ചാടി ചാടി ഓരോ തിരകളായിട്ട് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു തിര വന്ന് കറക്റ്റായിട്ട് വില്ലനെ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. വില്ലൻ അടികിട്ടി എല്ലൊടിഞ്ഞ് ആ മണ്ണിന്റെ ഉള്ളില് ഇപ്പൊ പൂഴ്ന്നു കിടക്കും. കാറ വീണ്ടും അവനെ കാലെ പിടിച്ച് വലിച്ചഴിച്ച് ആ കാട് മുഴുവൻ അവന്റെ സാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വലിച്ചിഴച്ച് അടിച്ചു കൊന്നുകളയും. അതും പോരാതെ നാറ നിലത്തിരുന്ന് അവന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞൊരൊറ്റ അടി. ആ ഒരു അടിയില് കാട് തന്നെ തെറിച്ചു പോയി അവിടെ മുഴുവനായിട്ടും മണ്ണ് ഫില്ലായി പോകും. പക്ഷെ ഇവിടെ വില്ലൻ അവൻ മരിച്ചിട്ടില്ല. ഇപ്പൊ അവൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഇപ്പൊ വലിയൊരു കൂട്ടം അവർ ഒരുമിച്ച് നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഹിഡൻ മിസ്റ്റ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഇത്ര നാളും അവരോട് കൂടെയായിരുന്നു. ഇപ്പൊ നമ്മൾ സ്വതന്ത്രരാണ്. ഈ ഒരു അവസരം അത് മുതലെടുത്ത് അവരെ അടിച്ചു തകർക്കണമെന്ന് അവര് പരസ്പരം പറഞ്ഞു ചിരിക്കും. ആ കൂട്ടത്തിലെ ഒരു മെമ്പറാണ് കിനിമാരു. മാത്രമല്ല അവരുടെ ക്ലാനിന്റെ പേരാണ് കബൂയ ക്ലാൻ. അന്നത്തെ കുട്ടി കിമിമാരുവിന് ഒന്നും മനസ്സിലാവാതെ പകച്ചു നിൽക്കുമ്പോ ആ സമയത്ത് അവരുടെ ലീഡർ വന്നിട്ട് നീ കൺഫ്യൂസ്ഡ് ആവണ്ട, ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ എല്ലാവരെയും നിന്നെ കൊണ്ട് പറ്റും പോലെ കൊന്നു തള്ളുക. കുഞ്ഞു കിമിമാരു മറ്റൊന്നും ചിന്തിക്കാതെ ഓക്കെ എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും അവരുടെ തൊട്ടു മുൻപില് രണ്ടുപേരെ കാണുക. അത് മറ്റാരുമല്ല, സബൂസയും ഹക്കുവാണ്. നിങ്ങളും ഹിഡൻ ലീഫ് വില്ലേജിലെ നിഞ്ചകളാണോ എന്ന് നമ്മുടെ ആൾക്കാർ ചോദിക്കുമ്പോ അതിന് ഹക്കു പറയും തീർച്ചയായിട്ടും അല്ല. പക്ഷെ ഹക്കു ആവട്ടെ അവൻ കിമിമാരുവിന്റെ കണ്ണ് തന്നെ നോക്കി നിൽക്കും. സബൂസ ഹക്കുവിനെ കാണുന്നതിന് മുൻപ് അവന്റെ കണ്ണ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് കിമിമാരുവിന്റെ കണ്ണും. കട്ട് ചെയ്താ ഇപ്പൊ കുഞ്ഞു കിമിമാരു ആവട്ടെ ഒരു കത്തി എടുത്ത് ആരെയോ കുത്താനായിട്ട് ചാടി അങ്ങോട്ട് പോകും. പക്ഷെ അവൻ കെനിമാരുവിനിട്ട് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. ആ അറ്റാക്കില് കിമിമാരു തെറിച്ചടിച്ച് വീഴുമ്പോഴായിരിക്കും അവന്റെ ഓപ്പണന്റ് ആരാന്ന് കാണുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറു. അപ്പൊ ഒറോച്ചിമാറു അവന്റെ കണ്ണുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലാനിലെ നിഞ്ചയല്ല ഞാൻ, നിങ്ങളൊക്കെ വെറും വിഡ്ഢികളാണ്. ഓൾറെഡി കെനിമാരുവിന്റെ ടീം അവിടെ മുഴുവൻ യുദ്ധം അഴിച്ചുവിട്ട് തീ ആളിപ്പടരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒറോച്ചിമാറു വീണ്ടും നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമാണോ ജീവിച്ചിരിക്കുന്നത്? അത് കേൾക്കേണ്ട താമസം കെമിമാരു ആവട്ടെ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ ഗ്രാമം നശിപ്പിക്കാനായിട്ട് അവന്റെ ടീമിന്റെ അടുത്തേക്ക് 100-110 ഓടാൻ തുടങ്ങും. ആക്ച്വലി കെമിമാരുവിന്റെ ക്ലാനിന്റെ ഏറ്റവും വലിയ പരിപാടി യുദ്ധം ചെയ്യുക എന്നത് മാത്രമാണ്. അവര് വലിയ വലിയ ഓർഗനൈസേഷനുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റു തുന്നം പാടി അവരുടെ തന്നെ ക്ലാനിലുള്ള ഒരുപാട് പേരെ ബലി കൊടുക്കും. അവര് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ജീവിച്ചു വന്നിരുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ യുദ്ധത്തിന്റെ അവസാനം കെമിമാരും ലീഡറും മാത്രമായിരിക്കും അവശേഷിക്കുക. അപ്പോഴും ലീഡർ പറയും നമ്മൾ തീർച്ചയായിട്ടും ഇവരെ അടിച്ച് തോൽപ്പിച്ചിരിക്കും. പിന്നീട് രണ്ട് ടീമും വമ്പൻ ആയുധമൊക്കെ എടുത്തുകൊണ്ട് പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അങ്ങനെ അവസാനമായിട്ട് കെമിമാരുവിന്റെ ടീമില് അവൻ മാത്രം ബാക്കിയാവും. ശരിക്കും കുഞ്ഞു കിമിമാരു ഇപ്പൊ ഒരുപാട് ഒറ്റപ്പെട്ട് ആ കാട്ടിലൂടെ അലഞ്ഞു നടക്കാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു പൂ കാണും. അതിന്റെ അടുത്ത് ചെന്ന് നീ എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് വിരിഞ്ഞു നിൽക്കുന്നത്? നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ യാതൊരു കുഴപ്പമില്ലേ? നീ എന്താ മറുപടി ഒന്നും പറയാത്തേന്ന് പറഞ്ഞ് കിമിമാരുവിന് ദേഷ്യം വന്ന ആ പൂവിനെ അവന്റെ എല്ല് വെച്ച് കുത്തി കുത്തി നശിപ്പിച്ചു കളയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ഒറോച്ചിമാറു അവിടേക്ക് നടന്നു വരും. അപ്പൊ ഒറോച്ചിമാറു പറയും അയ്യോ നീ ആ പൂവിനെ കുത്തി പരിക്കേൽപ്പിക്കണ്ട, നിന്നെ തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. തീർച്ചയായിട്ടും നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് നിനക്ക് ഞാൻ നൽകാന്ന് പറഞ്ഞ് അവനെ തലോടി വിടുമ്പോ നമ്മുടെ കൊച്ചു പയ്യനാവട്ടെ അവൻ എന്തോ ഒരു ഫീലിങ്സ് തോന്നി ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ കൂടെ പോവും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് കിമിമാരുവിനാവട്ടെ അതെല്ലാം ഓർമ്മ വരും. ഞാൻ ജീവിക്കുന്നത് എന്റെ ലോർഡ് ഒറോച്ചിമാറുവിന് വേണ്ടിയാണ്. അവന്റെ ഇഷ്ടം അതെന്ത് വില കൊടുത്തും ഞാൻ നിറവേറ്റണമെന്ന് പറഞ്ഞ് അവൻ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അവൻ ഇപ്പൊ പതിയെ പതിയെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഒരു മോൺസ്റ്ററായി തീർന്ന് പുറത്തേക്ക് വരും. ഗാറയും ലീയും ആ കാഴ്ച കണ്ട് വണ്ടറടിച്ച് നിൽക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ആ വലിയ ഗുഹയിലൂടെ ഇപ്പൊ സാസുകെ വിളിച്ച് വിളിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാസുകെ നിനക്കായാണ് ഒരു ഗ്രാമം മുഴുവൻ കാത്തിരിക്കുന്നത്, ദയവ് ചെയ്ത് നീ പുറത്തേക്ക് വായോ എന്ന് പറയുമ്പോഴായിരിക്കും നെജി പറഞ്ഞ ആ കാര്യം കുട്ടപ്പൻ ഓർമ്മ വരിക. സാസുക ഇപ്പോ വലിയൊരു ഡാർക്ക്നെസ്സിലാണ്. എങ്ങനെയെങ്കിലും അവനെ പുറത്ത് കൊണ്ടുവരണം. അപ്പൊ കുട്ടപ്പൻ ഞാൻ ഇത്രയും ദൂരം വന്നില്ലേ, തീർച്ചയായിട്ടും സാസുകയെ കൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചു പോവുകയുള്ളൂ. ഇത് സത്യം എന്ന് പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും മുൻപോട്ടോടും. കട്ട് ചെയ്താ ഇവിടെ കെമിമാരും ആവട്ടെ അവൻ വലിയൊരു മോൺസ്റ്റർ ആയിട്ട് ഇപ്പൊ ഗാറയ്ക്ക് നേരെ ഓടിയെടുക്കും. ഗാറ അവന്റെ സാൻഡ് ഷീൽഡൊക്കെ റെഡിയാക്കി വെച്ച് അവനെ തുറിച്ചു നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.